ഹലോ ഗായ്സ്, ഞാൻ പുതിയൊരു ട്രിമ്മർ മേടിച്ചു ഗായ്സ്. പുതിയ ട്രിമ്മർ, പുതിയ ലുങ്കി കണ്ടു ഗായ്സ്. പുതിയ ട്രിമ്മർ കണ്ടു ഗായ്സ്. ഇത് VJR പുതിയ സാധനമാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഗായ്സ്. ഇത് നോക്കൂ ഗായ്സ്. ഇത് കണ്ടു, 300 മിനിറ്റാണ് ഇതിൻ്റെ എന്താണ് ഓപ്പറേറ്റിംഗ് ടൈം ഗായ്സ്. അടിപൊളിയാണ് ഗായ്സ്. അതിന് ഞാൻ 2.5 മണിക്കൂർ ചാർജ് ചെയ്യണം ഗായ്സ്. അതാണ് പറയുന്നത് ഗായ്സ്. കണ്ടോ ഗായ്സ്, 2.5 മണിക്കൂർ 300. ഇത് 1615 രൂപയ്ക്ക് കിട്ടി ഗായ്സ്. 10 റുപ്യ ഡിസ്കൗണ്ട് തന്നു ഗായ്സ്. അത് അവസാനമേ പറയാൻ പാടുള്ളൂ. എന്നാലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഗായ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗായ്സ്, അൺപാക്കിങ്ങിലേക്ക് പോകാം ഗായ്സ്. കണ്ടോ ഗായ്സ്, ഇതൊക്കെ കണ്ടില്ലേ? വായിച്ചില്ലോ, എല്ലാം വായിച്ച് പഠിക്കൂ. ഇത് എന്ത് സംഭവം നോക്കൂ ഗായ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇതിൽ എത്ര പീസ് ഗായ്സ്? 3 പീസ് ഗൈഡ് കാംബോ, USB ചാർജിങ്, പ്രൊട്ടക്ഷൻ ക്യാപ്പ്, ക്ലീനിങ് ബ്രഷ്, പിന്നെ ലൂബ്രിക്കേഷൻ. ഇത്രയും വെച്ചിട്ടാണ് ഗായ്സ് ഇത് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ അൺബോക്സിംഗിലേക്ക് പോവാണ് ഗായ്സ്. പുതിയ ലുങ്കി ഗായ്സ്, ഒന്നുകൂടി പറയട്ടെ. കണ്ടില്ലേ? ഇതാണ് ഗൈസ് ചെകുത്താനെ കണ്ടാൽ കിട്ടുന്ന സുഖം. ചെകുത്താനാണ് ഇൻസ്പിറേഷൻ ഗൈസ്. എവിടെ വെച്ചിട്ടാണ് ഗൈസ് ഇത് പൊളിക്കേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ തന്നെ പൊളിക്കാം ഗൈസ്. പൊളിച്ചു ഗൈസ്. ആഹാ ഗൈസ്, അൺപാക്കഡായി ഗൈസ്. ആഹാ ഗൈസ്, എന്ത് നല്ല പ്ലാസ്റ്റിക്കാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഇതെടുത്ത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അടുത്ത് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? നോക്കട്ടെ ഗൈസ്. ഇത് തുറക്കാൻ പറ്റില്ല ഗൈസ്. എന്ത് ഗൈസ്? ഡ്രാഗൺ ചിക്കൻ കഴിച്ചിട്ടും ശക്തി പോരെ ഗൈസ്. ഇന്ന് ഞാൻ ഡ്രാഗൺ ചിക്കനാണ് കഴിച്ചത് ഗൈസ്, എന്നിട്ടും ശക്തി പോരെ ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഇതാണ് ഗൈസ് പപ്പായ ഉണ്ടോ ഗൈസ്. ഇത് മുറിച്ച് വെച്ചതുണ്ട്. ഞാനിത് തിന്നട്ടെ ഗൈസ്. ഞാനിങ്ങനെ ശക്തി കിട്ടുന്നു നോക്കട്ടെ ഗൈസ്. 2 പീസ് പപ്പായ കഴിച്ചു ഗൈസ്. ഇനി കീറി ഇറച്ചിയുള്ളൂ ഗൈസ്. ഇനി മര്യാദ കാണിച്ചാൽ ഈ സാധനം ഉൾക്കൊള്ളുന്നു ഗൈസ്. മാന്യമായ രീതിയിൽ പൊളിക്കാമെന്ന് വിചാരിച്ചത് ഗൈസ്. ഈ സമയമില്ല ഗൈസ്. നമ്മൾ തറപ്പണിയാൻ എടുക്കണം തോന്നുന്നു ഗൈസ്. ഇതെന്താ ഗൈസ് ഇങ്ങനത്തെ ഒരു പെട്ടി ഗൈസ്? ഗുണമില്ല ഗൈസ്. ഒരു തടിപ്പണിയാണ് ഗൈസ്. ഇതൊന്ന് തുറക്കൂ ഗൈസ്, തുറക്കൂ. ഇത് തുറക്കാൻ വരുന്നില്ല, പറ്റില്ല ഗൈസ്. ഇവിടെ വരൂ ഗൈസ്. എടുക്കാൻ പറ്റില്ല ഗൈസ്. തീർന്നു. വന്നു ഗൈസ്, വന്നു ഗൈസ്. ആഹാ വന്നു ഗൈസ്, വന്നു ഗൈസ്. ഇതിലൊന്നുമില്ല ഗൈസ്. ഇത് കണ്ടില്ല ഗൈസ്. എൻ്റെ മകനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നോക്കണ്ട, അങ്ങനെ ദേഷ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇത് തുറക്കൂ ഗൈസ്. എവിടെ തുറക്കുന്നു? എന്ത് ഗൈസ്, ശരിയല്ല ഗൈസ്. കുറേശ്ശെ തുറക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. വന്നു ഗൈസ്, വന്നു ഗൈസ്. ആഹാ റെഡിയായി ഗൈസ്. പപ്പായ കഴിച്ചപ്പോൾ ശക്തി വന്നു ഗൈസ്. 2 പീസ് പപ്പായ മാത്രം കഴിച്ചല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് പപ്പായ ഗൈസ്. ഇത് വെറും ബ്ലാക്ക് ബോക്സ് ഗൈസ്. അത് മാറ്റില്ല ഗൈസ്. ആഹാ പിന്നെ എടുക്കുന്നു ഗൈസ്. എന്താ ഗൈസ്, 2 ദിവസം ഗൈസ് കിട്ടാത്ത ഗൈസ്. ഇത് എങ്ങനെയാണ് ഗൈസ്? 1600 റുപ്യക്ക് വെറും കടലാസ് ഗൈസ്. പ്ലാസ്റ്റിക് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഫ്രഷായിട്ട് വരുന്നുണ്ട് ഗൈസ്. എവിടെ ഗൈസ്? ഒന്നും വരുന്നില്ല ഗൈസ്. ഇതാണ് ഗൈസ്. ഇതെടുത്താൽ കിട്ടില്ല ഗൈസ്. ഇപ്പം കിട്ടി ഗൈസ്, ഇപ്പം കിട്ടി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടു ഗൈസ്. കുറേ പെൻസിലുകളുണ്ട് ഗൈസ്. ഇത് താഴെ വേണം പോയി ഗൈസ്. അതിനിടയിൽ കൂടിയിട്ട് അതെടുത്താണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്. ഇതാണ് അൺപാക്കിങ് ഗൈസ്. ഗൈസ് അല്ല, അൺപാക്ക് ചെയ്യാൻ പോണു ഗൈ.
ആഹാ ഗായ് ഗായ് മൊത്തം ബ്ലാക്ക് ബോക്സാണ് ഗായ്. ഇത് കണ്ടില്ലേ ഗായ്? ഇത് നിങ്ങളുടെ അമ്മ പറഞ്ഞു ഗായ് എന്താ ഇത്ര വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ മനസ്സിലായി ഗായ് ഇത് സ്വർണ്ണമാണ് ഗായ്. ഗായ് സ്വർണ്ണം കണ്ട് ഗായ് സ്വർണ്ണം അടിപൊളി ഗായ്. മൊത്തം തന്നെ വ്യത്യാസമുണ്ട് ഗായ്. അടിപൊളിയാണ്. നിങ്ങൾ ഫിലിപ്സ് മാത്രം കണ്ട് ശീലിച്ച ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഗുണത്തിലുള്ള പോലെ ഇല്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, 1600 എങ്ങനെയാണ് ഗൈസ് ഓപ്പറേറ്റ് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല ഗൈസ്, വെറുതെ സ്വിച്ച് കൊടുത്താൽ മതി ഗൈസ്. എന്നോ ഒരു സൗണ്ട് വരുന്നു ഗൈസ്. എന്താ ഗൈസ് ഇതെങ്ങനെയാണ് അൺപാക്ക് ചെയ്തു ഗൈസ്? റൈറ്റ് ഗൈസ്, അടിപൊളി ഗൈസ്. എന്താ ഗൈസ്? അടിപൊളി ഗൈസ്, അടിപൊളി ഗൈസ്, അടിപൊളി ഗൈസ്. ഇതാണ് സംഭവം ഗൈസ്. പിന്നെ മൊത്തം ടെക്നോളജിൻ്റെ വ്യത്യാസമുണ്ട് ഗൈസ്. ആണ് ഗൈസ്, അടിപൊളി ഇട്ടാ. ഇത് കുഴപ്പമില്ലടാ, അതിൻ്റെ വെയിറ്റ് ഉണ്ടടാ, മൊത്തം ട്രാൻസ്പെറൻ്റ് ആടാ. 1600 രൂപയ്ക്ക് മോശമില്ലട്ടാ. ഇത് വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടടാ. നോക്കാ സ്റ്റീലാണ് പരിപാടി, കുഴപ്പമില്ലടാ. നോക്കടാ, ഇവിടെയാണ് ഗൈസ് എൻ്റെ സ്വിച്ച് ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഇത് വെച്ച് നോക്കട്ടെ ഗൈസ്. ഇത് വെക്കാം ഗൈസ്, ഇങ്ങനെ വെക്കാം ഗൈസ്. ഇങ്ങനെ ചാർജ് ചെയ്യാം ഗൈസ്. വെച്ചിട്ട് ചാർജ് ചെയ്താൽ പവർ, അത് പവർ പറഞ്ഞു ഗൈസ്. ഇങ്ങനെ ഒന്നും ഗൈസ്. വീണ്ടും വായിക്കാം ഗൈസ്. 2.5 മണിക്കൂർ ചാർജ് ചെയ്യണം ഗൈസ്. അപ്പോൾ 300 മിനിറ്റ് ഓപ്പറേറ്റ് ചെയ്യും ഗൈസ്. ആഹാ ഗൈസ്, ഗൈസ് 2.5 മണിക്കൂർ പറഞ്ഞാൽ 120 50 അല്ലേ? 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറയുമ്പോൾ 2.5 പറഞ്ഞാൽ ശരിയാണ്. 120, 240, 270 മിനിറ്റ് ചാർജ് ചെയ്താൽ 300 മിനിറ്റ്. ഭയങ്കരം ഗൈസ്, ഭയങ്കരം ഗൈസ്, അടിപൊളി ഗൈസ്. അപ്പോൾ ഇതൊരു സാധനമുണ്ട് ഗൈസ്, വിജയ സൂപ്പർ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? അപ്പോൾ ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം, ഇങ്ങനെ കറക്കിറക്കാൻ ഗൈസ്. സൂപ്പർ, ഇതിൻ്റെ ടെക്നോളജിയാണ് ഗൈസ്. ഇത് കണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം ഗൈസ്. ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ അടിക്കുന്നു കണ്ടോ, സൗണ്ട് വരുന്നു. ഇത്ര തന്നെ ഉള്ളൂ. ഇതാണ് സംഭവം. വിജയർ ഗൈസ്, കലക്കില്ല ഗൈസ്. കണ്ടോ ഗൈസ്, കണ്ടോ സ്വർണം കണ്ടോ ഗൈസ്? സ്വർണം സ്വർണം സ്വർണം, ഇത് വെറും സ്വർണം. ഇതിൽ ഗൈസ് ഇതിലൊരു സാധനം കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതെന്ത് ഗൈസ് ഇത് മനസ്സിലാവുന്നു. 3 എണ്ണമൊക്കെ കാണുന്നില്ല, എന്തോ 3 കോപ്പാണ്. പാക്കറ്റ് പൊട്ടിക്കണം ഗൈസ്. ഇതെന്തിനാണ് പൊട്ടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇങ്ങനെ വെച്ചാൽ പോലെ ഗൈസ്. ഗൈസ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി എന്ന് തോന്നുന്നു ഗൈസ്. ഇത്ര തന്നെ വേണ്ടി വരില്ല തോന്നുന്നു ഗൈസ്. ഇങ്ങനെ വെച്ചെടുക്കാൻ ഗൈസ്. ഇത്രയും ഞാൻ ഓപ്പറേറ്റ് ചെയ്തില്ല ഗൈസ്, ഇനാഗ്രേഷൻ നടത്തിയില്ല ഗൈസ്. ഇത്രയും വേണ്ടി വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാൻ തോന്നുന്നു ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, സൂപ്പറാണ് ഗൈസ്. ഒറ്റ നോട്ടത്തിൽ ഗുണമില്ല ഗൈസ്. ഗുണം കോപ്പി ഗൈസ്. ഇതിലൊരു കണ്ടു ഗൈസ്. ഇത് എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് 3 എണ്ണം ഉണ്ട് ഗൈസ്. ഇതെവിടെ വെക്കേണ്ടി വരും അറിയില്ല ഗൈസ്. പിന്നെന്താ ഗൈസ്? ഇതാണ് ഗൈസ് ബ്രഷ് ഗൈസ്. ഉണ്ട് ഗൈസ്, ഇത് ബ്രഷുണ്ട് ഗൈസ്. ഇത് ഓയിലുണ്ട് ഗൈസ്. അടിപൊളി. ഇത് ക്യൂട്ടായിരുന്നു ഗൈസ്. ദിസ് ഈസ് ക്യൂട്ട് ഗൈസ്. ഇത് ക്യൂട്ട് ഗൈസ്. ഇത് ബ്രഷ് ഗൈസ്. വളരെ ക്യൂട്ടായുള്ള ഓയിൽ ബോക്സ് ഗൈസ്. കണ്ടു ഗൈസ്, അടിപൊളി ഗൈസ്. എല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് ഇതിന് മെസ്സി ഗിസ്സി ഗുസ്സി എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാ ഗുസ്സികളും ഉണ്ട് ഗൈസ്. എല്ലാ ആൾക്കാരും ഉണ്ട് ഗൈസ്. ഇത് വേണമെങ്കിൽ നമുക്ക് പഠിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതാം, മാർക്ക് കിട്ടും ഗൈസ്. അപ്പോൾ ഇത് ഞാൻ വെക്കുന്നു ഗൈസ്. ഇതിൽ കഴിഞ്ഞു ഗൈസ്. ഇത് വെച്ചു. ഇതിൽ അഡീഷണൽ സാധനം ഗൈസ്. ഇത് കണ്ട ഗൈസ്, വളരെ ക്യൂട്ടായിരുന്നു ഗൈസ്. ഇത് സൂപ്പറായിരുന്നു ഗൈസ്. കണ്ടു ഗൈസ്, ഇത് ഒരു കൈ വരുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടു ഗൈസ്, ഇതാണ് ഗൈസ്. കണ്ടത് ഗൈസ്. ഇത് കഴിഞ്ഞു ഗൈസ്. ഇത് കഴിഞ്ഞു ഗൈസ്. എന്താ ഗൈസ് ഇത് മനസ്സിലാവില്ല ഗൈസ്. ഇതെന്തിനാണ് ഗൈസ് മനസ്സിലാവില്ല ഗൈസ്. ഇതെവിടെ വെക്കുന്നില്ല അറിയില്ല ഗൈസ്. ഇത് വെക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവില്ല ഗൈസ്. എന്തായാലും ഇതാണ് ഗൈസ്. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാധനം. അത് ഇങ്ങനെ വെച്ചിട്ടാണ് ഗൈസ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ബ്രഷ്. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വിടാം ഗൈസ്. ടീത്ത്
ഇതിങ്ങനെ ടോത്ത്. പക്ഷെ ഇത് എന്തിനാന്ന് മനസ്സിലാവണ്ട ഗൈസ്. ഈ സംഭവം എവിടെയാണോ എന്തിനാണെന്ന് മനസ്സിലാവണ്ട ഗൈസ്. അതിവിടെ വെക്കുക ഗൈസ്. നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ ഭാഗത്ത് വെച്ചാൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ തട്ടാതിരിക്കാനാണ് തോന്നുന്നു ഗൈസ്. ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഗൈസ്. ടെക്നോളജി കുഴപ്പമില്ല. ഇതല്ല തോന്നുന്നു ഗൈസ്. ഇതിങ്ങനെ തിരിച്ച് വെച്ചല്ലേ ഗൈസ്. ഇതിങ്ങനെയാണ് തോന്നുന്നു ഗൈസ്. കറക്റ്റ് ഗൈസ്. കണ്ടുപിടിച്ചു ഗൈസ്. കണ്ടുപിടിക്കാൻ ഇത് ഇവിടെ വയ്ക്കാനാണ്. ഇതിങ്ങനെ വയ്ക്കാനാണ്. ഇവിടെ എവിടെയാണ് ഗൈസ്. എന്തായാലും മനസ്സിലായില്ല ഗൈസ്. അതായത് ഇത് ഓടുന്ന സമയത്ത് ഇത് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി വയ്ക്കാനായിരിക്കും തോന്നുന്നു ഗൈസ്. എന്തായാലും അടിപൊളി ഗൈസ്. നല്ല വെയിറ്റുണ്ട് ഗൈസ്. സൂപ്പറാണ് ഗൈസ്. നിങ്ങൾ വലിയ താമസമില്ലാതെ ഞാൻ വേണമെങ്കിൽ ഒന്ന് മേടിച്ച് ഹോളണ്ടിലേക്ക് അയച്ചിട്ട് ഗൈസ്. വേണോ ഗൈസ്? ഓക്കെ ഗൈസ്. 1625 രൂപ പറഞ്ഞു ഗൈസ്. അവസാനം പശുക്ക് 10 രൂപ ഡിസ്കൗണ്ട് തന്നു ഗൈസ്. 1610 രൂപയ്ക്ക് തന്നു ഗൈസ്. കുഴപ്പമില്ല. ഇതിനോടൊപ്പം ഒരു ചീർപ്പം മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളുടെ അമ്മയ്ക്ക് അതിന് വേറെ ചീത്ത കേട്ടിട്ടുണ്ട് ഗൈസ്. ശരി ഗൈസ്.